അഞ്ചാമത് ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻ GGMലേക്ക് എല്ലാവർക്കും സ്വാഗതം. അബോർഷന് വേണ്ടി പോകുന്ന അമ്മമാർ അബോർഷൻ ചെയ്യാതിരിക്കാനും അബോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങൾ അബോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നന്മ നിറഞ്ഞ മറിയം എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറ്റുമോ? വേറെ സ്ഥലത്ത് അച്ഛന്മാരിടുന്ന ഡ്രസ്സുകളുടെ ഒരു ഇതുണ്ട്, അതാണ് എനിക്ക് ചിലപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്നൊരു കുഞ്ഞു വാക്ക് മതി നമുക്ക് ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ കിട്ടാനായിട്ട്. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ധീരരായിട്ടുള്ള വൈദികരെയും സന്യസ്തരെയും അൽമാരൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റി. അവരുടെ തീക്ഷ്ണത ഞങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നിട്ടുണ്ട്. I love Jesus. I love Jesus. കേരള സഭയുടെ ഒരു നല്ല മിഷൻ ഇനിഷ്യേറ്റീവാണ് ഈ ഒരു മിഷണറി എക്സിബിഷൻ. നമ്മുടെ കേരള സഭ മുഴുവൻ ഇവിടെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഭ ഫലം പുറപ്പെടുവിക്കുന്നത് ഇങ്ങനെയുള്ള എക്സിബിഷനുകളിലൂടെയാണ്, ഇങ്ങനെയുള്ള കോൺഫറൻസുകളിലൂടെയാണ്. ഇന്ന് നമ്മൾ ആദ്യം കാണുന്നത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഡൽഹി ഗുഡ്ഗാവ് ഭദ്രാസനത്തിന്റെ വിശേഷങ്ങളാണ്. ഫിയാത്ത് മിഷൻ്റെ ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻസ് ഈ മിഷൻ ഉത്സവത്തിൽ പങ്കുചേരുവാനായിട്ട് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ മുൻഗാമിയായിരുന്ന അഭിമന്യ ബർണ്ണബാസ് തിരുമേനി ഫിയാത്ത് മിഷനോട് ഏറ്റവും യോജിച്ച് പ്രവർത്തിക്കുകയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും ചെയ്ത ഒരു മിഷൻ പദ്ധതിയായിരുന്നു ഇത്. അതിൽ ഈ രൂപതയും പങ്കുചേരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമി എന്ന നിലയിലും എൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിലും ചൈതന്യത്തിലും ഞാൻ ഈ മിഷനോട് എല്ലാ വിധത്തിലും ചേർന്ന് നിൽക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മിഷൻ ഭദ്രാസനമാണ്, മിഷൻ ഡയസിസ് ആണ് സെയിൻറ്റ് ജോൺ ക്രിസോസ്റ്റം ഗുഡ്ഗാവ് ഡൽഹി ഭദ്രാസനം. ഞങ്ങളുടെ ഈ ഭദ്രാസനം നോർത്ത് ഇന്ത്യയിലെ 22 സ്റ്റേറ്റുകളിൽ വ്യാപിച്ച് കിടക്കുന്നു. കൊയ്ത്ത് വളരെ വേലക്കാരോ ചുരുക്കം എന്ന കർത്തൃനാമം, കർത്തൃവചനം ഇവിടെ നിറവേറുകയാണ്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം പുതുതായിട്ട് ലഭിച്ചിരിക്കുന്ന കാനൂനികമായ ഒരു അവസ്ഥ കൂടിയാണ് ഇത്. സഭയുടെ പരിധിക്ക് പുറത്ത് ഇന്ത്യയിലാകമാനം സുവിശേഷ പ്രഘോഷണം നടത്തുവാനുള്ളതായ അവകാശവും അത് നടത്തുവാനുള്ളതായ അവസരവും ഈ ഭദ്രാസനത്തിൻ്റെ സ്ഥാപനത്തിലൂടെ ലഭിച്ചു എന്നുള്ളത്. സുവിശേഷത്തിൻ്റെ സന്തോഷം ഞങ്ങളാൽ കഴിയും വിധം നോർത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കൊണ്ടുവരുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നു. ഇപ്പോൾ 11 സ്റ്റേറ്റുകളിലാണ് നമ്മുടെ മിഷൻ്റെ സാന്നിധ്യം ഉള്ളത്. അത് കഴിയും വിധം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ സുവിശേഷ പ്രഘോഷണം അടിസ്ഥാനപരമായി ഒരു ക്രൈസ്തവ സാന്നിധ്യം, സുവിശേഷത്തിൻ്റെ സന്തോഷം മറ്റുള്ളവരിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഭൂമിയുടെ ഉപ്പായിട്ട്, ഭൂമിയുടെ പുളിമാവായിട്ട്, മലമേൽ കൊളുത്തപ്പെട്ട ഒരു ദീപമായിട്ട് പ്രശോഭിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ളതായ നമ്മുടെ ദൗത്യം. പലപ്പോഴും നമ്മളെ മനസ്സിലാക്കാത്തവർ നമ്മളെക്കുറിച്ച് പറയുന്നത് പോലെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കൺവേർഷൻ, ഒരു മതപരിവർത്തനമല്ല നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്.
പിന്നെയോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ സന്തോഷം, അത് സാർവലൗകികമാണ്, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉള്ളതാണ്. അത് യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തതായ ആളുകളിലേക്ക് എത്തിക്കാനുള്ളതായ ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഇപ്പോൾ മിഷൻ പ്രവർത്തനമൊക്കെ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ നമ്മൾ രൂപത എങ്ങനെ തരണം ചെയ്യുന്നു എന്നതിനെക്കുറിച്ചൊന്ന്. വിശ്വാസത്തോടും സമർപ്പണത്തോടും കൂടിയാണ് ഇത് നമ്മൾ തരണം ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും ക്രൈസ്തവ വിശ്വാസവും സുവിശേഷത്തിൻ്റെ സന്തോഷവും ആദ്യം മുതൽ ഇന്നുവരെയും അത് ഒരു ഓപ്പോസിഷൻ, ഒരു എതിർപ്പ് ആദ്യകാലങ്ങളിൽ വളരെ ഓപ്പണായിട്ടുള്ളതായ പീഡനം അനുഭവിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഒരു നവമായ രീതിയിൽ നാം ഇന്ത്യയിൽ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു എതിർപ്പ് നമുക്കുണ്ടാകുന്നത് ഈ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച്, ക്രിസ്തീയ ചൈതന്യത്തെക്കുറിച്ച്, മിഷനെക്കുറിച്ച് കൂടുതൽ അവബോധമുണ്ടാക്കുവാൻ സ്വാഭാവികമായിട്ടും അത് സഹായകമായി തീരും. ആ ഓപ്പോസിഷൻ, ആ എതിർപ്പ് യഥാർത്ഥത്തിൽ സുവിശേഷത്തിൻ്റെ സന്തോഷം അനേകരിൽ എത്തിക്കുവാനുള്ളതായ ഒരു അവസരമായിട്ട് തീരുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ എക്കാലത്തെയും സ്വപ്നമായ ഭാരത സുവിശേഷവൽക്കരണത്തിന് തുടക്കം കുറിക്കുന്നത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കേരളത്തിന് പുറത്തുള്ള ഡൽഹി ഗുഡ്ഗാവ് ഭദ്രാസന സ്ഥാപനത്തിലൂടെയാണ്. 2015 മാർച്ച് 26 ഈ രൂപതയുടെ സ്ഥാപനം. ഈ രൂപതയുടെ പ്രഥമ മെത്രാപ്പോലിത്തയായിരുന്ന അഭിമന്യ ജേക്കബ് മാർ ബർണവാസ് പിതാവ് ഈ രൂപതയെ ഇന്ന് നാം കാണുന്ന ഈ വിധത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ വളരെയേറെ പ്രയത്നിച്ചിട്ടുണ്ട്. വടക്കേ ഭാരതത്തിൻ്റെ 23 സംസ്ഥാനങ്ങളിലായി വളർന്നു കിടക്കുന്ന ഈ രൂപതയിൽ നമുക്ക് ദൈവവിളികളുടെ വളരെയേറെ ആവശ്യമുണ്ട്. നമുക്ക് രൂപതയുടെ സ്വന്തമായി വൈദികർ ഇല്ലാതിരുന്നിട്ട് പോലും ആ സമയത്തൊക്കെ തന്നെ വടക്കേ ഇന്ത്യയിൽ സുവിശേഷം പ്രഘോഷിക്കുന്നതിന്, ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് ഒക്കെ തന്നെ പിതാവ് കഠിനമായി പ്രയത്നിച്ചിരുന്നു. പിതാവിൻ്റെ വളരെ വലിയ ആഗ്രഹമായിരുന്നു വടക്കേ ഇന്ത്യയിൽ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്ന ധന്യൻ മാർ യോഹന്നാനോസ് പിതാവിൻ്റെ സ്വപ്നം കൂടിയായിരുന്നു ഭാരത സുവിശേഷവൽക്കരണം എന്നത്. ഗുഡ്ഗാവ് ഭദ്രാസനത്തിൽ ഇപ്പോൾ 3 റീജനുകളിലായി നമ്മൾ സുവിശേഷ പ്രഘോഷണം നടത്തുന്നു. നോർത്തേൺ റീജൻ, ഒഡീഷ റീജൻ, നോർത്ത് ഈസ്റ്റേൺ റീജൻ. ഈ 3 റീജനുകളിലായി നമുക്ക് ധാരാളം പള്ളികളും അതോടൊപ്പം തന്നെ കുറച്ച് മിഷൻ സ്റ്റേഷൻസുമുണ്ട്. ദൈവവിളികൾ കുറവായതിനാൽ നമുക്ക് ഈ മേഖലകളിലൊക്കെ തന്നെ ആഴമായി ഇറങ്ങി പ്രവർത്തിക്കുവാൻ സാധിക്കാതെ പോകുന്നു. എന്നിരുന്നാൽ തന്നെയും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ കർത്താവ് യേശു മിശിഹായെക്കുറിച്ച് മറ്റ് ജനങ്ങളുടെ ഇടയിൽ പ്രഘോഷിക്കുവാൻ നമ്മൾ ഇപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണ ജനങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം വിദ്യാഭ്യാസത്തിലൂടെയും അതോടൊപ്പം തന്നെ അവർക്ക് ഭക്ഷണം നൽകുന്നതിലൂടെയും ഒക്കെ തന്നെ നാം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവവിളികൾക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ രൂപതയെ കഴിയുന്ന വിധത്തിലൊക്കെ നമുക്ക് സാമ്പത്തികമായും പ്രാർത്ഥനയും കൊണ്ട് നമുക്ക് സഹായിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ മൂലമാണ് ഇന്ന് കർത്താവിൻ്റെ സുവിശേഷ പ്രഘോഷണം ഈ ലോകത്തിലേക്ക് സാധ്യമാകുന്നത്. ഏവരെയും ഈ രൂപതയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഈ രൂപതയിൽ മിഷൻ പ്രവർത്തനം എങ്ങനെ നടക്കുന്നുവെന്ന് കാണുവാൻ വേണ്ടിയിട്ട് ഏവരെയും ഗുഡ്ഗാവ് ഭദ്രാസനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഏറ്റവും സ്നേഹമുള്ളവരെ, ഓരോ വർഷവും വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ GGM-ൽ പങ്കെടുക്കാനായിട്ട് വരുന്നത്. കാരണം ഇത് സഭയുടെ ഒരു പുഷ്ടിപ്പെടലിൻ്റെ ഭാഗമാണ്. സഭ ഫലം പുറപ്പെടുവിക്കുന്നത് ഇങ്ങനെയുള്ള എക്സിബിഷനുകളിലൂടെയാണ്, ഇങ്ങനെയുള്ള കോൺഫറൻസുകളിലൂടെയാണ്. കാരണം സഭയാകുന്നത് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുമ്പോഴാണ്. അങ്ങനെ വരുമ്പോൾ ഈ മിഷനെ പ്രോത്സാഹിപ്പിക്കുക, മിഷനിലേക്കുള്ളൊരു വാതായനമായിട്ട്
ഇപ്പോൾ ഈ മിഷൻ എക്സിബിഷൻ്റെ വാതായനത്തിലാണ് ഞാൻ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞ സഭയുടെ മിഷനിലേക്കുള്ള ഒരു വാതായനമായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുള്ളവർ ഇവിടെ സന്ദർശിക്കാൻ വരുന്നു. നമ്മുടെ കേരളത്തിന് പുറത്തുള്ള അനേകം മിഷൻ മേഖലകളിൽ നിന്നുള്ളവർ സാമൂഹികവും സമഗ്രവുമായിട്ടുള്ള ജനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ സുവിശേഷാത്മകമായിട്ട് നിറവേറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്ന് നമ്മൾ പഠിച്ചെടുക്കുന്നൊരു കാര്യം. കേരളത്തിലെ എല്ലാവരും തന്നെ, പ്രത്യേകിച്ച് എല്ലാ വിശ്വാസികളും ഈ വാതായനത്തിലൂടെ കടക്കുകയും മിഷനെ അടുത്തറിയുകയും ചെയ്യേണ്ടതാണ്. നാം മിഷനിലേക്ക് പോകുന്നതിന് മുമ്പ് മിഷൻ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അതുകൊണ്ട് ഏറ്റവും സന്തോഷപൂർവ്വം അതെല്ലാവരും ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി മിയാവൂർ രൂപതയിലെ ഒരു സ്റ്റേറ്റ് നമുക്ക് സന്ദർശിക്കാം. ഡയസിസ് ഓഫ് മിയാവോ അരുണാചൽ പ്രദേശിലെ ഒരു ഡയസിസ് ആണ്. ഇവിടെ അരുണാചൽ പ്രദേശിൽ 2 ഡയസിസാണ് നമുക്കുള്ളത്. ഒന്ന് ഇറ്റാനഗറും ഒന്ന് മിയാവോയും. മിയാവോയിലെ ബിഷപ്പ് ജോർജ് പള്ളിപ്പറമ്പിൽ പിതാവാണ് ഇപ്പോൾ. അദ്ദേഹമാണ് ആദ്യത്തെ മെത്രാപ്പോലിത്ത. 1884 ഇവിടെ മിഷൻ ആരംഭിക്കുന്നത്. ക്രിക് ബൗറി എന്ന് പറയുന്ന 2 മിഷണറിമാരുടെ ഏറെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇവിടെ നമ്മൾ കാണുന്ന കത്തോലിക്കർ ഉള്ളത്. കാരണം മിഷനറിമാർക്ക് ഒരിക്കലും കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു മിയാവോയിൽ ആദ്യം, അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിൽ മൊത്തമായിട്ടും ആദ്യം ഉണ്ടായിരുന്നത്. ഒരിക്കലും ചെക്ക് പോസ്റ്റിലൂടെയൊക്കെ വൈദികർക്ക് കടന്നു ചെന്നാൽ വൈദികരെ അറസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ബൈബിൾ കത്തിക്കുക, അങ്ങനെ ഒരുപാട് പെർസിക്യൂഷൻ നേരിട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ചെക്ക് പോസ്റ്റിലൂടെ അല്ലാതെ പല രീതിയിലും അവിടെ കടന്നു ചെന്ന് അങ്ങനെ മിഷൻ പ്രവർത്തനം ചെയ്ത് ആണ് ഇന്ന് ഈ മിയാവോ ഡയസിസും അല്ലെങ്കിൽ ഇറ്റാനഗർ ഡയസിസും ഒക്കെ കൂടുതലായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏകദേശം 9000-ലധികം കാത്തലിക്സിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ മിയാവോയിലെ ഈ ട്രൈബ്സിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഒരുപാട് ലോക്കൽ ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നതാണ്. ഓരോ ട്രൈബിനും ഓരോ ലാംഗ്വേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 30-ൽ പരം ലോക്കൽ ലാംഗ്വേജസ് ആണ് ഇവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അവരിലേക്ക് കടന്നു ചെല്ലുക, അവരിലേക്ക് മിഷൻ പ്രവർത്തനം എത്തിക്കുക എന്നതിൻ്റെ ഒരു ബാരിയറും ഈ ലാംഗ്വേജ് തന്നെയാണ്. പക്ഷേ വളരെ സെലസ് ആയിട്ടുള്ള, ഈശോയെ സ്വീകരിക്കാൻ വളരെ ആത്മാർത്ഥതയുള്ള മനുഷ്യരെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് നമുക്ക് സ്കൂളുകളുണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്ങനെ കൂടാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടൊക്കെയുള്ള അവരുടെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങൾ, അവരുടെ ഉന്നമനത്തിനും അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്കും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ജോർജ് പള്ളിപ്പറമ്പിൽ പിതാവാണ് ആദ്യത്തെ അവിടുത്തെ ഒരു വികാരി, അല്ലെങ്കിൽ ജോർജ് അച്ഛനായിട്ട് അവിടെ വരുന്നത്. അദ്ദേഹത്തെ പിന്നീട് 2005 ഡിസംബർ 5-ാം തീയതി അത് ഒരു മിയാവോ ഒരു ഡയസിസായിട്ട് പ്രഖ്യാപിക്കുകയും പിന്നീട് ബിഷപ്പ് ജോർജ് പള്ളിപ്പറമ്പിൽ പിതാവ് അവിടുത്തെ പിതാവായി മാറുകയും ചെയ്യുകയാണ്. ഇന്നും അദ്ദേഹമാണ് അവിടുത്തെ ആദ്യത്തെ മെത്രാപ്പോലിത്ത, എന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. സഹായ മെത്രാൻ അവിടുത്തെ തന്നെ മിയാവോയിൽ തന്നെ ഒരാളാണ്. നമുക്ക് ഇന്ന് അവിടെ ഒരു സൊസൈറ്റി ഉണ്ട്, സൊസൈറ്റി ഓഫ് മിഷണറീസ് ഓഫ് പീസ് എന്നാണ് നമ്മുടെ സൊസൈറ്റിയുടെ പേര്. അത് ഈ മിയാവോ ഡയസിസിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന സൊസൈറ്റിയാണ്. നമ്മൾ ഫാത്തിമ മാതാവിൻ്റെ മക്കൾ, ഫാത്തിമേറ്റ്സ് എന്നറിയപ്പെടുന്നു. നമ്മൾ കൂടുതലായും സമാധാനം പകർന്നു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞ ആ സമാധാനം പകർന്നു കൊടുക്കുന്ന ആൾക്കാരായിട്ട് ഇന്നും തുടരുകയാണ്. നമ്മൾ മിയാവോ ഡയസിസിനോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്കൂളുകൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ ആണ് നമ്മളുടെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ എന്ന് പറയുന്നത്. ദൈവം സഹായിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിതാവിനോട് ചേർന്ന് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് നമ്മളെ ദൈവം സഹായിക്കുന്നുണ്ട്. തീർച്ചയായും ഈ മിഷന് വേണ്ടി നമ്മൾ അല്ലെങ്കിൽ വിശ്വാസികൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കാരണം അവരിലേക്ക് കടന്നു ചെല്ലുകയും അവരുടെ ഒരു ഈശോയെ പകർന്നു കൊടുക്കുന്ന വേളയിൽ നമുക്ക് പ്രാർത്ഥന മാത്രമാണ് ഒരു ബാക്ക് ബോണായിട്ട് എപ്പോഴും ഉള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മിഷണറിമാർക്ക് വേണ്ടിയും കൂടെ അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഈശോയെ അറിഞ്ഞ്, ഈശോ ഏകദൈവമാണ്, ഏകസത്യ ദൈവമാണെന്നറിഞ്ഞ് അത് പ്രഘോഷിക്കുവാനുള്ള ധൈര്യം ഞങ്ങൾക്കും അത് മനസ്സിലാക്കുവാനുള്ള ഒരു ബോധ്യം അവർക്കും കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് നിങ്ങൾ തരേണ്ടത്.
മിയാവോയിലെ ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിക്കുന്ന ഒരുതരം തുണിയാണിത്. ഇത് അവർ തന്നെ വീവ് ചെയ്ത് അവരുപയോഗിക്കുന്നതാണ്. കൂടുതലായും തണുപ്പിനെ മറികടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് പല പല കളറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് പോപ്പുലറായിട്ട് മിയാവോയിലും ഇറ്റാനഗറിലും ഒക്കെ കൂടുതലായിട്ട് അവരുടെ ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിക്കുന്ന ഒരു തുണിയാണ്. ഇതുപോലെ നമുക്ക് ഇതുപോലുള്ള കോട്ടുകളുമൊക്കെ അവർ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. നിശ്ചയമായി ഇതൊരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അവർ ഉപയോഗിക്കുന്ന കാര്യമാണ്. GGMന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയായി. അടുത്ത ആഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. നന്ദി. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ദൈവത്തിൻ്റെ പ്രിയജനമേ, നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മളിവിടെ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ആശ്രയിച്ച് ഇതുവരെ നമ്മളെ നടത്തിയ ഒരു ദൈവമുണ്ട്. ഇതുവരെ നമ്മളെ കാത്തു പരിപാലിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സർവശക്തനായ ദൈവം ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ച് ജീവിക്കുന്നവനായ ഒരു ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഇതാ ഈ വാദ്യമേളങ്ങളോട് കൂടെ ഒരുമിച്ച് നമ്മളെല്ലാവരും ഒന്നു ചേർന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രിയജനമേ, നിന്റെ കഴിവോ നിന്റെ ഫലമോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ വലിയ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകത്തക്ക വിധത്തിൽ നമ്മൾ ദൈവത്തെ ഒന്നു ചേർന്ന് ആരാധിക്കും. ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ. ചേർന്ന് ശക്തിയോടെ പാടി എല്ലാവരും ചേർന്ന്. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയ. അതെ, ദൈവത്തിന്റെ പ്രിയജനമേ, നിന്റെ കഴിവ് കൊണ്ടല്ല നീ ദൈവത്തെ ആരാധിക്കുന്നത്, മറിച്ച് അവിടുത്തെ വലിയ സ്നേഹത്തിന്റെ മുൻപിൽ നമ്മൾ ഒന്നു ചേർന്ന് ആരാധിക്കുകയാണ്. ഒരിക്കൽ കൂടെ ചേർന്ന് പാടിക്കേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ. ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതെങ്ങോ മരിച്ചു മണ്ണടിഞ്ഞ് കല്ലറയ്ക്കുള്ളിൽ അടക്കപ്പെട്ട ഒരു ദൈവമല്ല, മറിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്നവനായ ദൈവമാണ്. അവൻ്റെ പേരത്രേ നസ്രായൻ, 33 വയസ്സുകാരൻ, കർത്താവായ യേശു. ആ യേശുവിനെ നമ്മൾ ആരാധിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രിയജനമേ, നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗം മുഴുവൻ ഇവിടെ ഈ ഭൂമിയിൽ ഇറങ്ങി വരും. ആ ബോധ്യത്തോടു കൂടെ നമുക്കൊന്നു ചേർന്ന് ആ നല്ലവനായ ദൈവത്തെ പാടി ആരാധിക്കും. രോഗിയായി മാറിയപ്പോ യഹോവ റാഫയായി. രോഗിയായി
നാളുകൾ വന്ന നേരം യഹോവ നിസിയായി. കഴിവല്ല, ചേർന്ന് പാടിയേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല. ഓ ദൈവത്തിന്റെ പ്രയോജനമേ, ശക്തിയോട് പാടിയേ. നിൻ കൃപയാണേ, ബലമല്ല, നിന്ദയാണേ ഞങ്ങൾ ഇതുവരെ എത്തുവാൻ. നീ മാത്രമെൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ. നീ മാത്രമെൻ യേശുവേ. ഓ ദൈവത്തിന്റെ പ്രിയജനമേ, നിന്റെ ജീവിതത്തിൽ നീ തനിച്ചായി പോയെന്ന് തോന്നിയ അവസ്ഥകൾ, ആരുമില്ല, എന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ആ സമയത്തൊക്കെ നിന്നെ മാറോട് ചേർക്കുന്നൊരു വലിയ സ്നേഹമുണ്ട്. ആ സ്നേഹത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ നിന്റെ ജീവിതത്തിലുള്ള ശൂന്യതകൾ, നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ അത് മാറ്റാൻ കഴിവുള്ള ഒരു ദൈവം നിന്റെ കൂടെ ചേർന്ന് നിൽക്കുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് പാടി ആരാധിക്കാം. യഹോവ ഈരയായി എൻ ശൂന്യതകൾ മാറ്റിയല്ലോ. യഹോവ ഈരയായി എൻ ശൂന്യതകൾ മാറ്റിയല്ലോ. എപ്പോഴും എന്നെ കാണുന്ന എൽറോഹീം സ്നേഹക്കൊടിയേ, എപ്പോഴും എന്നെ കാണുന്ന എൽറോഹീം സ്നേഹക്കൊടിയേ. കഴിവല്ല, ചേർന്ന് പാടിക്കേ പാടിക്കേ. കഴിവല്ല നിൻ കൃപയാണേ, ഫലമല്ല നിന്ദയ. എല്ലാവരും ചേർന്ന് പാടണേ. കഴിവല്ല നിൻ കൃപയാണേ, ഫലമല്ല നിന്ദയ. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ പാടിക്കേ. കഴിവല്ല നിൻ കൃപയാണേ, ഫലമല്ല നിന്ദയ. ശക്തിയോടെ പാടട്ടെ എല്ലാവരും ചേർന്ന്. കഴിവല്ല കൃപയാണേ, ഫലമല്ല നിന്ദയാണ്. ദൈവത്തിന്റെ പ്രിയജനമേ, നിങ്ങളെല്ലാവരും ചേർന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നിറയുന്ന സമയമാ ഈ കോമ്പൗണ്ടില്. കർത്താവിന്റെ വലിയ സാന്നിധ്യം നിറയുന്ന സമയമാ. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യേശുവേ, നിന്റെ വലിയ സാന്നിധ്യം അറിയട്ടെ. കർത്താവേ, നിന്റെ വലിയ കൃപ നിറയട്ടെ. കർത്താവേ, നിന്റെ വലിയ സ്നേഹം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ